ഇന്നൊരു സമരമുണ്ട്, നിങ്ങൾക്കറിയാം. KSRTCയിലെ INTUC യൂണിയനുകളുടെ കൂട്ടായ്മ TDF നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യണമെന്നതടക്കം 12 ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം പാപ്പനംകോട് KSRTC ഡിപ്പോയിൽ സ്വിഫ്റ്റ് ബസ് തടഞ്ഞുവെച്ചു. പണിമുടക്കിൻ്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ KSRTC ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ചതായും പരാതി ഉയർന്നു. അരുൺ രാജ് കൊട്ടാരക്കരയിൽ നിന്ന് ചേരും. അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും കോഴിക്കോട് സമരത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ ദീപക് തർമ്മടവും ചേരുന്നുണ്ട്. ആദ്യം അരുൺ രാജിലേക്ക്. അരുൺ രാജ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അരുൺ രാജ്, അതായത് നമ്മുടെ KV ഗണേഷ് കുമാറിൻ്റെ സ്വന്തം നാടായ കൊട്ടാരക്കരയിൽ സമരം എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഈ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KV ഗണേഷ് കുമാർ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള ചിത്രം എങ്ങനെയാണ്? തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും KV ഗണേഷ് കുമാറും അതുപോലെ തന്നെ KSRTC മാനേജ്മെന്റും ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് പോകില്ല. എത്രയും വേഗത്തിൽ തന്നെ ശമ്പളം കൊടുക്കുമെന്ന് ആവർത്തിക്കുമ്പോഴാണ് TDF അടക്കമുള്ള സംഘടനകൾ ആ സമരത്തിലേക്ക് പോകുന്നത്. INTUCയുടെ നേതൃത്വത്തിലുള്ള TDF പിന്നാലെ സമരം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പല ഡിപ്പോയിലും, നമ്മൾ കൊല്ലത്തും ഇപ്പോൾ കൊട്ടാരക്കരയിലും ഈ സമരം കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് വളരെ ഗൗരവമായ ഒരു വിഷയം കൂടി ഉയരുന്നുണ്ട്. ഈ ബസ്സുകൾ സർവീസ് മുടങ്ങാൻ വേണ്ടി ഈ ബസ്സുകളുടെ വയറിങ്ങുകൾ അത് ഇത്തരത്തിൽ വ്യാപകമായി, അത് 8ഓളം ബസ്സുകളുടെ വയറിങ്ങുകൾ പൂർണ്ണമായി നശിപ്പിച്ച നിലയിലാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബസ്സുകൾ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിയിരിക്കുകയാണ്. കാരണം സമരം ബാധിക്കുന്ന ഒരു സ്വകാര്യ മേഖലയടക്കം സ്വാഭാവികമായും ബാധിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ വയറിങ്ങുകൾ നശിപ്പിച്ചതെന്ന പരാതി കൂടി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ കൂടി ഇപ്പോൾ പ്രതിഷേധം കൊട്ടാരക്കരയിലുണ്ട്. കാരണം രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാർക്ക് 8ഓളം ബസ്സുകൾ എടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. അത് ഇൻഡർസ്റ്റേറ്റ് ബസ്സുകളടക്കം ഇത്തരത്തിൽ നശിപ്പിച്ചു എന്നുള്ളതാണ് ഉയർന്ന പരാതി. രാവിലെ എത്ര ബസ്സുകളിലാണ് ഇത്തരത്തിൽ കണ്ടത്? ഏകദേശം 8ഓളം ബസ്സുകളിലാണ് ഈ സ്റ്റാർട്ടർ കേബിൾ ഉൾപ്പെടെയുള്ളത് അറുത്ത നിലയിലും ചിലത് വലിച്ചുപറിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. അതിൽ ഇന്റർസ്റ്റേറ്റ് സർവീസ് ഉൾപ്പെടെയുള്ള സർവീസുകളാണ് ഇത്തരത്തിൽ കാണപ്പെട്ടത്. രാവിലെ ഇവിടുത്തെ നാഗർകോവിൽ സർവീസ്, അതായത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഡെയിലി പോയി വരുന്ന നാഗർകോവിൽ ഉൾപ്പെടെയുള്ള സർവീസുകൾ നമുക്ക് ഇതുവരെ അയക്കാൻ സാധിച്ചില്ല. കാരണം പണിമുടക്ക് സർവീസിനെ ബാധിച്ചിട്ടില്ല. ഈ കംപ്ലൈന്റ് ആയ ബസ്സുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സർവീസുകളും കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണുന്ന പോലെ തന്നെ വാഹനങ്ങൾ, അത് KSRTCകൾ വിവിധ ഡിപ്പോയിൽ നിന്ന് ഇപ്പോൾ കൊട്ടാരക്കരയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇവിടെ നിന്ന് സുഗമമായി തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വയറിങ്ങുകൾ നശിപ്പിച്ച്, അത് വയറിംഗ് കിറ്റുകളടക്കം നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സർവീസുകൾ മാത്രമാണ് പുനരാരംഭിക്കേണ്ടതുള്ളത്. അത് എത്രയും വേഗത്തിൽ ചെയ്യുമെന്നുള്ളതാണ് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴടക്കം KSRTCയുടെ സ്റ്റേഷൻ മാസ്റ്റർ അടക്കം വ്യക്തമാക്കിയത്. എന്തായാലും ഈ 12 ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ 1-ാം തീയതി തന്നെ ശമ്പളം നൽകാൻ കഴിയും, ആ പ്രതീക്ഷ തനിക്കുണ്ട് എന്ന് ഇന്നലെ തന്നെ മന്ത്രി KV ഗണേഷ് കുമാർ വ്യക്തമാക്കിയതാണ്. എന്തായാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന ഈ തൊഴിലാളി സംഘടനകളോട് പലകുറി മാനേജ്മെന്റും അതുപോലെ തന്നെ മന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും അത് അത്തരത്തിൽ നടന്നില്ല. എന്തായാലും സമരം തുടരുമ്പോഴും ഇക്കാര്യത്തിൽ മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കില്ല. എവിടേക്ക് മോനെ ചേട്ടാ? കൊല്ലം ഒത്തിരി നേരമായാലും ഒരു മണിക്കൂറോളം ആവുന്നു. സർവീസ് ഉണ്ടെന്ന് പറഞ്ഞോ? സർവീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, എവിടാ അമ്മച്ചി? എവിടെപ്പാ നിൽക്കുവോ? എങ്ങോട്ടാ? ഇവിടെ സ്ഥിരം പോകുന്നതാണോ? പറഞ്ഞു പണി മുടക്കി കിടക്കാം. അതല്ല, അങ്ങനെ പണി മുടക്കല്ല, അല്ലാതെ കംപ്ലൈന്റ് ആയി കിടക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കംപ്ലൈന്റ് ആയ ബസ്സുകളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് സർവീസ് നടത്താൻ കഴിയാത്തത്. അല്ലാത്ത ബസ്സുകൾ സുഗമമായി തന്നെ സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രിയുടെ കൂടി ഇടപെടൽ വേണം. അത്തരത്തിൽ ഈ ബസ്സുകൾ നശിപ്പിച്ച വിഷയത്തിൽ മന്ത്രിയുടെ കൂടെ ഇടപെടൽ വേണം എന്നുള്ളതാണ് ഒരു വിഭാഗം ജീവനക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ബസ്സുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സുകൾ, എറണാകുളത്തേക്കുള്ള ബസ്സുകൾ അടക്കം ഇപ്പോൾ ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട്. അത് യഥാസമയം തന്നെ സർവീസ് തുടരും എന്നുള്ളതാണ് KSRTC വ്യക്തമാക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബസ്സുകളിൽ നാശനഷ്ടം ഉണ്ടാക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇപ്പോൾ യാത്രക്കാരുടെ ഭാഗത്തുനിന്നടക്കം ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്ഥിരം വാഹനങ്ങൾ, അത് യാത്രയ്ക്കടക്കം ഇതിനെ ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എവിടേക്കാ? കോട്ടയം. നേരായ ബസ് ഇല്ല, 5 മിനിറ്റ്. യാത്രക്കാരിയാണ്? അല്ല. ഈ അധിക സമയമൊന്നും ദീർഘദൂര സർവീസുകളെ ഒന്നും കാത്തു നിൽക്കേണ്ട അവസ്ഥ കൊട്ടാരക്കര ഡിപ്പോയിൽ നിലവിലില്ല എന്നുള്ളതാണ് യാത്രക്കാരുടെ കൂടി പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്ന SKN. എന്തായാലും കൊട്ടാരക്കരയിൽ ബസ് സർവീസ് സുഗമമായി തന്നെ നടക്കുന്നു. പണിമുടക്ക് സർവീസുകളെ കാര്യമായ തോതിൽ ബാധിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. കൊട്ടാരക്കരയിൽ നിന്നും അരുൺ രാജാണ് ചേർന്നത്.